എനിക്ക് രാവിലെയായിരുന്നു. വൈകിട്ട് ഞാൻ ഇവിടെ ആയതുകൊണ്ട് അവിടെ ഒഴിവാക്കിയത്. ഇവിടെ കണ്ണമാലിയിലായിരുന്നു എറണാകുളം. ഇപ്പൊ ഞാൻ പോയി വരുവാ. വേദിയിലേക്ക് എല്ലാ വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക സമ്മേളനം സമാരംഭിക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണ. ശ്രീമതി നിമിഷ സന്ദീപ്. പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്വാഗതമോതുന്നതിനായി ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ KM ശശി അവർകളെ ക്ഷണിക്കുന്നു. കാര്യം പറഞ്ഞാലും നമ്മളോടൊപ്പം നിന്ന് ഇവിടെ ഏതൊരു കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് നമുക്ക് വേണ്ട കൈത്താങ്ങ് തരുന്ന ഒരു ശാഖാംഗങ്ങളും ശാഖാ പ്രവർത്തകരുമാണ് ഇവരുള്ളത്. നമുക്കറിയാം, ഗുരുദേവൻ നാമത്തിൽ ഏറെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളി പ്രിയങ്കനായ MLA ചാണ്ടി ഉമ്മൻ സാറ് വണ്ടി ഞാൻ വിലങ്ങി. സെക്രട്ടറിയോട് പറഞ്ഞു ഞാൻ MLAയുടെ വണ്ടി വിലക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ MLAയുടെ വണ്ടി അങ്ങ് വിലങ്ങി. ഇപ്പൊ എന്നെ കൂടെ ഞാൻ ഗ്ലാസ് ആകത്ത് എന്നെ കൂടെ കണ്ട. അപ്പം MLAയുടെ വണ്ടി വിലങ്ങാൻ ഒരാളും അത് സാറാണ് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ ആ വണ്ടി വിലങ്ങി. ചാണ്ടി സാർ അവിടെ ഞാൻ ഓടിച്ചെന്ന് ഈ നോട്ടീസ് കൊടുത്ത് തീർച്ചയായിട്ടും പറഞ്ഞു രണ്ട് കൈയും ഒരു കൈ കൊടുത്ത് രണ്ട് കൈയും ചേർത്ത് പിടിച്ച് തീർച്ചയായിട്ടും ഞാൻ വരും. ഏറെ ബഹുമാനത്തോടെ ഞാൻ പുതുപ്പള്ളി 148 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോട്ടയം SNDP യൂണിയൻ കാണാത്ത ഒരു 6-8 വരവേൽപ്പ് കണ്ടെത്തിയ ശിവകുമാർ സാറിനെ, അതുപോലെ തന്നെ ഇന്നിവിടുത്തെ പരിപാടി വിദ്യാഭ്യാസ അവാർഡും മുഖ്യ പ്രഭാഷണം തന്ന നമ്മുടെ ശിവകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടെ 148 നമ്പർ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വന്ന, അതായത് കരിവിന്റെ കൈത്താങ് വിതരണം ചെയ്യാൻ വന്ന രാജേന്ദ്രബാബു സാറിനെ ഏറെ ബഹുമാനത്തോടെ 148 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തോളും. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന ഗുരുനാരായണ സേവാനികൾ ട്രസ്റ്റിലെ സുനിൽകുമാർ സാറാണ്. ശരിക്കും പറഞ്ഞാൽ ചാരിറ്റി ഒരു വസ്തു കിടക്കും. ആ ചാരിറ്റി പൂർത്തീകരിക്കുമ്പോഴാണ് ആ വ്യക്തിത്വങ്ങൾ ഒരു അംഗീകാരം വരുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാനോ വലിയ കാര്യം മേടിച്ചു കൊടുക്കാനോ അല്ല ഒരു വീട് ആ വീട്ടിൽ വേണ്ട സാധനങ്ങൾ ഒരു മാസം മേടിച്ചു കൊടുക്കാനൊക്കെ ശേഷിയുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ അതൊരു വർഷങ്ങൾ അല്ല ഒരു 5 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വർഷങ്ങൾ ജീവിതകാലം മുഴുവൻ കൊടുക്കാവുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ആ മനസ്സിന്റെ ഉടമമാരാണ് ഇവിടെ 3 പേരുണ്ട്. ഒന്ന് സാബു പുതുപ്പറമ്പൻ, ഒന്ന് നിഷാമാണം, ഒന്ന് സുനിൽകുമാർ സാർ. ഇവരെ 3 പേരെ സ്നേഹത്തിന്റെ ഭാഷയിൽ 148 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം,
നമ്മുടെ ക്ഷേത്രാചാര്യൻ, ക്ഷേത്ര തന്ത്രികൾ, മാഞ്ഞൂർ വിനോദ തന്ത്രികളാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ഷേത്ര തന്ത്രികൾ. ആ ബലത്തിന് തുല്യമായിട്ട് നിൽക്കുന്ന നമ്മുടെ മാഞ്ഞൂർ വിനോദ തന്ത്രികളെ ഏറെ ബഹുമാനത്തോടെ ഞാൻ ഈ ഗുരുദേവ ക്ഷേത്ര അംഗത്തിലേക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൂവ്മെന്റ്, കുമാരി സംഘം, മറ്റുള്ള പ്രവർത്തകരെല്ലാവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക്, ഈ മഹാപുണ്യഭൂമിയിലേക്ക്, ഗുരുദേവ ക്ഷേത്ര അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. രക്തത്തിലലിഞ്ഞ ജനസേവനം, വഴികാട്ടിയായി പിതാവ്, പുതുപ്പള്ളിയുടെ എക്കാലത്തെയും ജനപ്രിയനായ ശ്രീ ഉമ്മൻചാണ്ടി, ബഹുജനവന്ദിതനും ബഹുജനദാസനുമായ അച്ഛൻ കാട്ടിത്തന്ന സേവന മാതൃകയെ കണ്ടുവളർന്ന പുത്രനും അച്ഛന്റെ ചരിത്രം മികവോടെ ആവർത്തിക്കുന്നു. ശതാബ്ദി നിറവിലെത്തിയ ആലുവ സർവമത സമ്മേളനത്തെ ലോക ജനശ്രദ്ധയിലേക്ക് ഉയർത്തിയ വത്തിക്കാനിൽ വെച്ച് നടന്ന 2024 സർവമത സമ്മേളനത്തിന്റെ നെടും തൂണായി നിന്ന ഗുരുഭക്തൻ, എല്ലാ കുടുംബങ്ങളുടെയും ഭാഗമായി, എല്ലാ മാതാപിതാക്കളുടെയും മകനായി, എല്ലാ സഹോദരങ്ങളുടെയും സഹോദരനായി, പുതുപ്പള്ളിയുടെ ഹൃദയത്തൊടി പറയുന്ന രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയക്കാരൻ, സമാദരണീയനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർകളെ സ്നേഹ ബഹുമാനപൂർവ്വം ഈ സാംസ്കാരിക സമ്മേളനം സമുദ്ഘാടനം ചെയ്തു സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് പരമേശ്വരൻ അവർ, SNDP യോഗം കോട്ടയം യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ, പ്രിയങ്കരനായ ശാഖായോഗം പ്രസിഡന്റ്, സ്വാഗത പ്രസംഗൻ കൂടിയായ ശ്രീ KM ശശി അവർ, ഏറ്റവും ആദരണീയനായ കോട്ടയം യൂണിയന്റെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ, പ്രിയങ്കരനായ ശ്രീ V ശശികുമാർ അവർ, ഏറ്റവും പ്രിയപ്പെട്ട റിട്ടയർഡ് ആഡിയോ പ്രസിഡന്റ് ശ്രീ നാരായണ പെൻഷനേഴ്സ് കൗൺസിൽ കോട്ടയം യൂണിയൻ ശ്രീ PG രാജേന്ദ്രൻ ബാബു അവർ, ശ്രീ മാഞ്ഞൂർ വിനോദ് തന്ത്രികർ അവർ, ആദരണീയനായ ക്ഷേത്രം തന്ത്രി, പ്രിയപ്പെട്ട ശ്രീ VM രമേശ് അവർ, പ്രിയപ്പെട്ട ശ്രീമതി നിമിഷ സന്ദീപ് അവർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തിരുവുത്സവം നടക്കുന്ന ഈ അവസരത്തിൽ, അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഏവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഗുരുദേവ ക്ഷേത്രവുമായും അതുപോലെ തന്നെ ഈ ശാഖയുമായും വളരെ അടുത്ത ബന്ധം എനിക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ പുലർത്തുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ഉത്സവം കൂടി ഇവിടെ വരുമ്പോൾ ഈ നാടിനും ഈ അടുത്തുള്ള സകല മനുഷ്യർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗുരുദേവന്റെ ഓർമ്മകളിലാണ് ഈ ഒരു ഉത്സവം കൂടി നമ്മൾ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു ആവേശം തന്നെയാണ് ഗുരുവിന്റെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റവും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന മാറ്റവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആലുവയിൽ നടത്തിയ സമ്മേളനം, അതിന്റെ 100ാം വർഷം നമ്മൾ കഴിഞ്ഞ വർഷം വത്തിക്കാനിൽ വെച്ച് ആഘോഷിച്ചു. പക്ഷെ ഈ ഒരു വർഷം മറ്റൊരു 100ാം വർഷമാണ്. നമ്മുടെ നാട്ടിൽ ഗാന്ധി വന്ന 100ാം വർഷം, ഗാന്ധി ഗുരുദേവനെ കണ്ട 100ാം വർഷത്തിലെ ചടങ്ങിൽ പോയി പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. 100ാം വർഷം ആഘോഷിക്കുന്ന ആ ഒരു വലിയ മഹത് ചടങ്ങ് കൂടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിയെ ഉപദേശിക്കുവാൻ തക്ക പ്രാപ്തിയുള്ളത് ഗുരുദേവന് മാത്രമാണ്. ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും മറുപടി കൊടുക്കുവാൻ ഗുരുദേവന് സാധിച്ചു എന്ന് മാത്രമല്ല, ഗാന്ധി എന്തെങ്കിലും മാറ്റം ഗാന്ധിയുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുദേവന് സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാവുന്ന കാര്യമാണ്. ഗാന്ധിയോട് പറഞ്ഞ കാര്യങ്ങൾ ഗാന്ധിയോട് മാത്രമല്ല, ഈ രാഷ്ട്രത്തോട് പറഞ്ഞാണ്, ഈ രാജ്യത്തോട് പറഞ്ഞാണ്, ഈ രാജ്യത്തിന്റെ പിതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യത്തെ ഓരോ പൗരനോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യരെല്ലാം തുല്യരാണെന്ന് തന്റെ ചെറിയ ഒരു കർത്തവ്യത്തിലൂടെ, ചെറിയൊരു പ്രവർത്തനത്തിലൂടെ, ആ പച്ചനെയും പഴുത്തനെയും എടുത്ത് കാണിച്ച ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ഈ രാജ്യത്തിനോട് തെളിയിച്ചു, ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളത്. ആ 100ാം വർഷം ഇവിടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ മണ്ണിലും നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാം, ഇങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധി ഈ കോട്ടയത്ത് വന്നിട്ടും 100ാം വർഷമാണ്. അതിലും ഞാൻ പോയി പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചു.
തീർച്ചയായിട്ടും ഗാന്ധിയും ഗുരുദേവനുമൊക്കെ നമ്മുടെ വഴികാട്ടികളാണ്, നമ്മുടെ മാർഗദർശകരാണ്. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ആത്മീയമായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മാതൃക, ആ മാതൃക ഇന്ന് ആത്മീയമായി നമ്മളിലൂടെ ഇതേപോലത്തെ ഉത്സവങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ കരുതണം, മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു എന്ന് മാത്രമല്ല ഇന്ന് നമ്മളെ ആത്മീയമായി നയിക്കുകയാണ്. തീർച്ചയായിട്ടും ഗുരുദേവന്റെ ദർശനങ്ങൾ വത്തിക്കാനിൽ നടത്തിയതിന്റെ തുടർച്ച ഇംഗ്ലണ്ടിലും നടക്കാൻ പോവുകയാണ്. മെയ് മാസം 2, 3, 4 തീയതികളിൽ ഇംഗ്ലണ്ടിലും വെച്ച് നടക്കുമ്പോൾ ലോകം വീണ്ടും ശ്രദ്ധിക്കാൻ പോകുന്നത് ഗുരുദേവനെ കുറിച്ചുള്ള കാര്യമാണ്. യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടുള്ള പാത ഗുരുദേവൻ കാണിച്ചു തന്നെയാണ്. ലോകം മുഴുവൻ ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ഒന്നായിത്തീരുന്ന ഒരു കാഴ്ച കണ്ടു. നമുക്ക് അതേപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ ഗുരുദേവൻ കാണിച്ച പാതയിലൂടെ പോകുവാൻ സാധിക്കണം. അതിന് ജാതി മത കെട്ടുകൾ പൊട്ടിച്ച് നമുക്ക് എല്ലാ കെട്ടുകളും, ഇപ്പൊ ഞാൻ പറയും രാഷ്ട്രീയത്തിന്റെ കെട്ടുകൾ കൂടി പൊട്ടിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം നമുക്ക് ഒരു സമൂഹമായി പ്രവർത്തിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയി ചെന്നാലും ശരി, പല രാഷ്ട്രീയം കണ്ടേക്കാം, പക്ഷെ അവരെല്ലാം അവരുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി വരുന്ന പോലെ നമ്മുടെ കേരളവും നമ്മുടെ കോട്ടയവും നമ്മുടെ പുതുപ്പള്ളിയും ഒക്കെ ഒന്നിച്ചു വരാനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മളെ വേർതിരിക്കുന്ന എല്ലാ മതിലുകളെയും പൊട്ടിച്ച് ഒറ്റക്കെട്ടായി വരാൻ സാധിക്കട്ടെ. ഇവിടെ ആദരിക്കപ്പെടുന്ന 3 വ്യക്തികളും, ആ 3 വ്യക്തികൾ ഇതേപോലത്തെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാ. പ്രിയപ്പെട്ട സാബു ചേട്ടനാണെങ്കിൽ ദിവസവും ഭക്ഷണം കൊടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ? എന്റെ പിതാവിന് ജന്മദിനം അവസാനം തൊട്ടാണ്, കഴിഞ്ഞ ജന്മദിനം തൊട്ടാണ് അദ്ദേഹം കൊടുക്കാൻ തുടങ്ങിയത്. പുതുപ്പള്ളിയുടെ നമ്മുടെ ബെസ്റ്റ് ബേക്കറിയുടെ തൊട്ടടുത്ത് വെച്ച് ഞാൻ ചോദിച്ചു, ആരോ പറഞ്ഞു കിട്ടിയെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരെയും കരുതുവാനുള്ള മനസ്സ്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കിളിക്കൂട് എന്ന് പറയുന്ന, സ്നേഹക്കൂട് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം, അതുപോലെ തന്നെ ഗുരുനാരായണ സേവാ നികേതൻ ട്രസ്റ്റ്, ആ 2 ട്രസ്റ്റുകളും ഇതേപോലെ അഗതികൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടിയുമുള്ള പ്രവർത്തനമാണ്. അതാണ് യഥാർത്ഥ ആരാധന, അതാണ് യഥാർത്ഥ ദൈവ പൂജ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവരെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഈ സംസ്കാരം പഠിപ്പിക്കുന്നതും നമസ്കാരം എന്ന വാക്കിലാണ്. നാമമ എന്ന് മാത്രമല്ല, ഞാൻ നിന്നിലുള്ള ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയിൽ ദൈവത്തെ കാണുവാൻ ഈ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാനൊന്നുമല്ലെങ്കിലും എന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഈശ്വരനാണ്. ആ ഈശ്വരനെ ആരാധിക്കുവാനാണ് ഈ 3 വ്യക്തികളും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കും അത് മാതൃകയാക്കാം. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ സഹായിക്കുവാൻ സാധിക്കട്ടെ. ഈ തിരുവുത്സവം ഗുരുദേവന്റെ ആദർശങ്ങൾ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം ഡ്രഗ്സിന്റെ വളർന്നു വരുന്ന വലിയ ആപത്ത് നമ്മുടെ സമൂഹത്തെ കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പടപൊരുതുവാൻ കൂടിയുള്ള അവസരമാണ്. എനിക്ക് സന്തോഷമുണ്ട് പറയുന്നതിൽ. അടുത്ത മാസം ഏപ്രിലോടെ നമുക്ക് ഇവിടെ പുതുപ്പള്ളിയിൽ മാത്രമല്ല 5 സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഡോൺ ബോസ്കോയും ചേർന്ന് കുട്ടികൾക്കായുള്ള ഫുട്ബോൾ ട്രെയിനിങ് കൊണ്ടുവരിക. ഫുട്ബോൾ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് അതിനുള്ള കിറ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവർക്ക്, അതുപോലെ വർഷത്തിലൊരിക്കലും ടൂർണമെന്റ് ഫ്രീ ആയിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ട്രെയിൻ ചെയ്യുവാൻ പുതുപ്പള്ളി ഡോൺ ബോസ്കോയില്, അതുപോലെ തന്നെ മീനടത്ത്, അതുപോലെ തന്നെ കൂരോപ്പടയിൽ, അയർക്കുന്നത്ത്, കുറിച്ചിയിൽ, ഈ 5 സ്ഥലത്ത് കോട്ടയത്ത് തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ആ ഒരു പങ്കാളികളാക്കി മാറ്റണം എന്നുകൂടി അഭ്യർത്ഥിക്കുവാൻ അവസരമെടുത്തുകൊണ്ട് ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ മനോധിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. സമ്മേളനം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു.
പരമപവിത്രമായ ഈ വേദിയിൽ വെച്ച് ഒരു ആദരിക്കൽ ചടങ്ങ് കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൂടി MLA ക്ഷണിക്കുകയാണ്. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റിന് വേണ്ടി സെക്രട്ടറി ശ്രീ സുനിൽ കുമാർ അവർകളെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി സമാദരണീയനായ MLA സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിലേറെയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുനാരായണ സേവാനികേതൻ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഗുരുപൂജയായി ഭക്ഷണം കൊടുത്തുവരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം ഗുരുദർശനം ലോകമെമ്പാടും എത്തിക്കുന്ന പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. രണ്ടാമതായി സ്നേഹക്കൂട് അഭയമന്ദിരത്തിന് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി നിഷ അവർകളെ ക്ഷണിക്കുന്നു. മാതാപിതാക്കളെ അവർക്ക് വേണ്ടുന്ന എല്ലാ പരിപാലനങ്ങളും നൽകി മുൻപോട്ട് കൊണ്ടുപോകുന്ന സ്നേഹക്കൂട് അഭയമന്ദിരം ഇതിനോടകം തന്നെ വളരെ പ്രശസ്തി നേടിക്കഴിഞ്ഞു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ലീഡർ K. കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി ശ്രീ സാബു പുതുപ്പറമ്പിൽ അവർകളെ ആദരവ് ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. കോട്ടയം ജില്ലാ ആശുപത്രിയിലും തോട്ടക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലും പുതുപ്പള്ളി ദേശത്തും ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാതൃകയായി നിൽക്കുന്ന ഈ സംഘടനയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു. സമാദരണീയനായ ശ്രീ 148 മെമ്പർ SNDPയുടെ നാമത്തിലുള്ള എല്ലാവിധമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഗുരുവിന്റെ അൻപാർന്ന ഹൃദയത്തിൽ നിന്നും ഊറി വന്ന കരുണയാൽ പടർന്നു പന്തലിച്ച മഹാസംഘടനയാണ് SNDP. ഗുരുവിനെ വേണ്ടവണ്ണം അറിഞ്ഞ് ഗുരുമാർഗത്തിൽ സംശയമില്ലേ സഞ്ചരിക്കുന്ന സദ്ബുദ്ധികളായ സാരഥികളാണ് ഈ പ്രസ്ഥാനത്തിന്റെ പുണ്യം. ആ പുണ്യമേറെയുള്ള ഗുരുദർശനവും മഹിമയും അറിഞ്ഞ അനേകം വേദികളിൽ ആ മഹനീയ ചരിതത്തെ ഘനഗംഭീരമായ പ്രഭാഷണങ്ങളിലൂടെ അവതരിപ്പിച്ച വാഗ്മിയാണ് ഇന്ന് SNDP യോഗം കോട്ടയം യൂണിയന്റെയും സാരഥി. ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി എന്നീ യൂണിയനുകളുടെ നേതൃസ്ഥാനം വഹിക്കെ തന്നെ ഗുരുനിയോഗം SNDP യോഗം കോട്ടയം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എന്ന പദവിയെ കൂടി അദ്ദേഹത്തിനു നൽകി. സുഭദ്രമായി ഈ നേതൃസ്ഥാനങ്ങളെ സ്തുത്യർഹമായി വഹിക്കുന്ന ശ്രീ സുരേഷ് പരമേശ്വരൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ശാഖയുടെ പ്രിയങ്കരായ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെയും യൂത്ത് വുമനിന്റെയും ഒക്കെ പ്രിയങ്കരായ പ്രവർത്തകർ, പ്രിയങ്കരായ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങിയ സേവാനികേതന്റെയും സ്നേഹക്കൂടിന്റെയും അതോടൊപ്പം തന്നെ ലീഡർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഒക്കെ സാരഥികൾ, പ്രിയങ്കരായ ഗുരുഭക്തരെ, സജ്ജനങ്ങളെ, വീണ്ടും ഒരു തിരുവുത്സവം കൂടി ആഗതമായിരിക്കുകയാണ്. ഓരോ ഉത്സവാഘോഷങ്ങൾ കഴിയുമ്പോഴും ആ ഉത്സവാഘോഷങ്ങൾ എന്തിനാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മനോമലീവസമായ അവസ്ഥയിൽ നിന്നും ആ മനസ്സിനെ സർവവിധമായ ശുദ്ധിയിലേക്ക് നവീകരിക്കപ്പെടുന്നു. ക്ഷേത്രത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ എല്ലാവിധ ശുദ്ധിയോടും കൂടി അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ധാർമ്മിക വിധി പ്രകാരം ചെയ്ത് ഈ ദേശവാസികൾക്കെല്ലാം ചൈതന്യത്തെ പ്രസരിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുകയാണ്. നാം അത് ഏറ്റുവാങ്ങേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധി വരുത്തിക്കൊണ്ട്, നമ്മുടെ മനസ്സിനെ നവീകരിച്ചുകൊണ്ടാണ്. മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ, നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമൂഹ വ്യവസ്ഥിതികൾ, ഇവിടെ നമ്മുടെ ചാണ്ടി ഉമ്മൻ സാർ സൂചിപ്പിച്ചതുപോലെ സമൂഹം ഇന്ന് നിരവധിയായ ലഹരികൾക്കൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുക. ഈ ലഹരികൾക്കൊക്കെ അടിമകളാകുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ദയവ് ചെയ്ത് വർഗീയവാദിയാണെന്ന് എന്നെ ചിത്രീകരിക്കുന്നത്, ചിത്രീകരിച്ചാലും കുഴപ്പമില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആദരനായ വൈസ് പ്രസിഡന്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ കഴിഞ്ഞകാല ചരിത്ര കഥകളെ കുറിച്ചൊക്കെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിരവധിയായ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. ആ അനാചാരങ്ങളെയൊക്കെ സമൂഹ വ്യവസ്ഥിതിയിൽ നിന്ന് മാറ്റുവാൻ, ആ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുവാൻ
ശ്രീനാരായണ ഗുരുത്ര പാദങ്ങൾ അരുൾ ചെയ്ത സന്ദേശങ്ങളാണ് ഇന്ന് നമുക്ക് ശക്തമായി മുന്നേറുവാനുള്ള ആ ആർജവം, ഊർജം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ അമ്മമാര്, ഒരു നൂറ്റാണ്ട് പിന്നിലുള്ള അമ്മമാരൊക്കെ ഗർഭം ധരിച്ചു കഴിയുമ്പോ പുള്ളികുടി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഇന്നത്തെ മക്കളെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൊന്നോമന മക്കളെ ഈ സമൂഹത്തിൽ ഇന്ന് നിരവധിയായ വൈകാരിക ഭാവങ്ങളിൽ ഇങ്ങനെ ആടിത്തിമിർത്ത് നടക്കുന്ന നമ്മുടെ യുവജനങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയാ. മക്കളെ, നമ്മുടെ ഈ അമ്മയ്ക്കൊക്കെ മുമ്പുള്ള അമ്മമാരൊക്കെ ഗർഭം ധരിക്കുമ്പോഴേ അന്ന് രാജഭരണ കാലമായിരുന്നേ. അന്ന് അടിയാന്മാരായി നിന്നുകൊണ്ട് അവരുടെ മുന്നിലൊന്നും ആധിപത്യം സ്ഥാപിക്കാതെ രാജശാസനവും സമൂഹത്തിന്റെ വ്യവസ്ഥിതികളുമൊക്കെ പേറിക്കൊണ്ട് നമ്മുടെ അമ്മമാര് ഗർഭം ധരിക്കുമ്പോൾ പുളി കുടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ നമ്മുടെ അമ്മമാര് ഗർഭം ധരിക്കുമ്പോ അവർക്ക് ബാദാം മിൽക്കും ഇല്ല കുങ്കുമപ്പൂവും ഒക്കെയാണ് കലക്കി കൊടുക്കുന്നത്. പക്ഷെ അന്നതായിരുന്നില്ല. പുളി കലക്കി കൊടുക്കും, വാളംപുളി കലക്കി കൊടുക്കും. എന്തിനായിരുന്നു അറിയാവോ? എന്തിനായിരുന്നു പുളി കുടിപ്പിച്ചത്? നല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കാനാണോ? അല്ല, കുഞ്ഞുങ്ങൾ മന്ദബുദ്ധികളായി പോകണം, അതിനു വേണ്ടിയായിരുന്നു. മനസ്സിലായോ? നമ്മുടെ കുലത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മന്ദബുദ്ധികളായിട്ടേ പുറത്തോട്ട് വരാവൂ. ചിന്തിച്ചു നോക്കിയ അവസ്ഥ എന്തൊരു ദുരവസ്ഥയായിരുന്നു സമൂഹത്തിൽ. അപ്പൊ പിന്നെ നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ മന്ദബുദ്ധികളായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ പുളികുടിയിലൂടെയൊക്കെ ഗർഭം ധരിച്ച് പ്രസവിച്ച, അങ്ങനെ അറിവില്ലാതെ ബോധമില്ലാതെ അടിമപ്പെട്ടു പോയ ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായി എന്ന് നാം തിരിച്ചറിയണം. എന്തായിരുന്നു പരിണത ഫലം? മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഓച്ചാനിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടവർ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ അകറ്റി നിർത്തപ്പെട്ടവർ. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. 100 വർഷം മുമ്പ് അതായിരുന്നു അവസ്ഥയെങ്കിൽ ഇന്ന് പുളി എന്ന വാക്ക് മാറ്റി MDMA, കഞ്ചാവ്, ഇങ്ങനെ പല പേരുകളിലേക്ക് മാറിയെന്ന് നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. എന്റെ പൊന്നുമക്കളെ, അടുത്ത തലമുറ പോലും ഉണ്ടാകത്തില്ല. അതിനുള്ള സാധനങ്ങളാണ് ഈ വലിച്ചു കയറ്റുന്നത്, പുകച്ചു കയറ്റുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ബുദ്ധിപൂർവമായി വരും തലമുറയെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ട് ഇവിടുത്തെ ഇത്തരത്തിലുള്ള ഒരു ശക്തരായ തലമുറയുടെ മനോധൈര്യത്തെ കെടുത്തി, ശക്തിയെ കെടുത്തി, അപജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു എന്താ പറയുക, ബോധമില്ലാത്ത മന്ദബുദ്ധികളായ ഒരു തലമുറയ്ക്ക് പോലും ജന്മം കൊടുക്കാൻ ശേഷിയില്ലാത്ത യുവതി യുവാക്കളായി നമ്മുടെ തലമുറയെ മാറ്റുന്ന ബുദ്ധിരാക്ഷസന്മാരാണ് ഇതിന്റെ പിന്നിലെന്ന് തിരിച്ചറിയുന്നത് നല്ലതാ. ഞാനിത് പറയാൻ കാരണം ഫാമിലി കൗൺസിലർ ആയതുകൊണ്ട് സമൂഹത്തിന്റെ വ്യവസ്ഥ അറിയാമല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ കാണുന്നെന്ന മാരകമായ ഈ വിഷവിധാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്നവര് പിടിക്കപ്പെടുന്നുണ്ടല്ലോ. ആ പിടിക്കപ്പെടുന്നവരുടെ പേരുകളെ ഈ മതേതരത്വം മാറ്റിവെച്ചിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. മതേതരത്വം വായിക്കുമ്പോൾ അത് കിട്ടത്തില്ല. അന്നേരപ്പോഴാണ് ഈ പിടിക്കപ്പെടുന്നവർ MDMA വിറ്റഴിച്ചു, കഞ്ചാവ് കിലോ കണക്കിന് പിടിച്ചു, മയക്കുമരുന്ന് പിടിച്ചു. ഇതൊക്കെ വിറ്റഴിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെന്നൊന്ന് നോക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ മനസ്സിലാകും എന്താണ് ഇതിന്റെ പിന്നിലെ ബുദ്ധി എന്ന്. പക്ഷേ ഇത് ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നവരുടെ മതവും ജാതിയും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. വിൽക്കുന്നവരുടെ മതം നോക്കണം, ഉപയോഗിക്കുന്നവരുടെ നോക്കണം. ഉപയോഗിച്ച് ബോധം കെട്ട് വഴിയാധാരമായി അപ്പന്റെ തലയും തല്ലിപ്പൊട്ടിച്ച് അമ്മയുടെ അടിനാവിക്കിട്ട് ചവിട്ടി വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന മക്കളുള്ളത് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നൊന്ന് നോക്കുന്നത് നല്ലതാ. ഇത് പറയാൻ പറ്റിയ വേദിയായതുകൊണ്ടാ. കാരണം ദേവാലയങ്ങൾ നടത്തുന്ന 3 പേരാ പുറകിലിരിക്കുന്നത്. ഇത് നമ്മൾ പറയും കുരുക്ഷേത്രം. ഇവിടെ അറിവ് കൊടുക്കുക. എന്തറിവ്? ഇവിടെ MDMA ഒന്നും അല്ല കൊടുക്കുന്നത്, തുള്ളിച്ചാടാൻ പറ്റുന്ന സാധനമൊന്നും അല്ല കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ മനസ്സിന് ബുദ്ധി ഉണ്ടാകുന്ന, ശക്തി ഉണ്ടാകുന്ന, സമൂഹത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ശക്തമായി മുന്നേറാനുള്ള അത്തരത്തിലുള്ള അറിവാണ് കൊടുക്കുന്നത്. ഈ അറിവും ബോധവും ഇല്ലാത്ത സമൂഹം
സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ, സ്വന്തം സഹോദരനെ ഇത്തരത്തിൽ വിചിത്രമായ രീതിയിൽ മനസ്സും ശരീരവും നശിപ്പിച്ച് വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുമ്പോൾ മനുഷ്യനായി പിറന്ന ആ ജീവോത്സവങ്ങളായി ഇന്ന് ജീവിക്കുന്ന അവരെ പോറ്റുന്ന 3 ട്രസ്റ്റുകൾക്കാണ് ഇന്നിവിടെ ആദരവ് നൽകിയത്. ഒരു ആദരവ് കൊണ്ട് തീരുന്നതൊന്നുമല്ല, അത് ഓർത്തുകൊള്ളണം. ഇപ്പോഴേ ഒന്ന് ബുക്ക് ചെയ്തോണം നിങ്ങൾ കേട്ടോ, നേരത്തെ. കാരണം ഇങ്ങനെ പോയാൽ നമ്മളൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിടേണ്ടി വരും. കാരണം മക്കളൊക്കെ പറന്ന് നടക്കുകയല്ലേ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മേളിൽ. ഇപ്പോ സുനിത വില്യംസ് 9 മാസം മേളിൽ നിന്നെങ്കിൽ നമ്മുടെ പിള്ളേര് പറയുന്നത് ഞങ്ങൾ എന്നും പറന്നാ നടക്കുന്നതെന്നാ. അവര് നിലത്തൊന്നുമല്ല നിൽക്കുന്നത്. എന്താ കാരണം? ബോധമില്ല. ഇച്ചിരിയെങ്കിലും ബോധം കൊടുക്കാൻ, ബോധം കെടുന്ന സാധനത്തിനാണ് അവര് പൈസ ചെലവാക്കുന്നത്. ബോധം ഉണ്ടാകുന്ന സാധനത്തിന് പണച്ചെലവൊന്നുമില്ല. ഇവിടെ വന്ന് ഇച്ചിരി നേരം ഒന്ന് ഇരുന്നാ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഘോരം പ്രഭാഷണം നടത്തുന്നത് എന്തിനാണെന്നറിയാവോ? ഇവരുടെ ജോലി കുറയ്ക്കാനായി. പുറകെ ഇരിക്കുന്ന 3 താരങ്ങളിലെ ആദരിച്ചത് ഇവരുടെ ജോലി ഒന്ന് കുറയ്ക്കാനാ. കാര്യം എന്താ? വൃദ്ധസദനങ്ങളിലേക്ക് നേരത്തെ ബുക്ക് ചെയ്തിടേണ്ട അവസ്ഥയാ. അവർക്കറിയാം ഇങ്ങനെ പോയാൽ അവരുടെ കയ്യിലൊന്നും ഈ സാധനം നിൽക്കില്ല. പ്രിയമുള്ള മാതാപിതാക്കളെ, എന്താണ് ദേവാലയം? ഹൃദയം ദേവാലയം എന്ന് നമ്മൾ പാടാറുണ്ടില്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ വൃദ്ധസദനങ്ങളിലെ സ്നേഹക്കൂട്ടിലെയും ഗാന്ധിഭവൻ ദേവാലയത്തിലെയും ഒക്കെ ഉൾപ്പെടെയുള്ള കഥകൾ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇവിടെ വന്നപ്പോ പറഞ്ഞതാണല്ലേ. പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലേലും. കാരണം നിങ്ങളുടെ എല്ലാം കുടം കമന്നായിരിക്കുന്നത്. ഇപ്പോഴും കമന്നാണോ എന്നറിയില്ല. ഇടയ്ക്കൊന്ന് ഓർത്ത് വെച്ചു കൊടുക്കണം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇച്ചിരി വീണ് കിടക്കും. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. ഇപ്പോഴത്തെ ചിന്ത എന്താണെന്നറിയാവോ? ഈ കാലമാടന്മാർ എപ്പോഴാ നിർത്തുന്നത്? കഴിച്ചിട്ട് വേണം പോകാൻ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചിന്ത. മനുഷ്യനൊരു കുഴപ്പമുണ്ട്. ഒരു സാധനം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വേറെ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഡയഫ്രംത്തിലാതൊന്ന് തെറിച്ച് പോകത്തതേ ഉള്ളു കേട്ടോ. അപ്പോ ഈ പറയുന്നത് എന്തെങ്കിലും ഒന്ന് മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് നല്ലതാ. ഒന്ന് ഓർത്തു നോക്കിയേ, എന്താണ് നിങ്ങളുടെ സംസ്കാരം? നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ എവിടെ നിന്ന് വന്നാന്ന് ചോദിക്കുമായിരിക്കും. എന്താണ് നമ്മുടെ സംസ്കാരം? നിങ്ങൾ ചോദിക്കുക. ഇവിടെ മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞതുകൊണ്ടൊന്നും സംസ്കാരം ഉണ്ടാവില്ല. നിങ്ങൾ പറ, ഇസ്ലാം ഇവിടെ ഉണ്ടായതല്ല. ഇസ്ലാം മതമുണ്ട്, ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്. അത് അറേബ്യൻ സംസ്കാരമാണ്. ആണല്ലോ, ശരിയല്ലേ? ഇവിടെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് മതേതരത്വത്തിന്റെ മുഖമുള്ളവർ എല്ലാവരെയും സ്വീകരിച്ചു. പക്ഷേ അവര് വന്നപ്പോൾ അവരുടെ കഷത്തിലൊരു ഖുർആൻ ഉണ്ടായിരുന്നു. അവരിവിടെ ജീവിക്കുമ്പോഴും ആ മതത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. തെറ്റാണോ ഞാൻ പറയുന്നത്? അവർ ഖുർആൻ പഠിച്ചും അവരുടെ മതം പഠിച്ചും തന്നെയാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യൻ സഹോദരന്മാർ അവരും ഇവിടെ വന്നതാന്ന് പറയുന്നില്ലേ? ഇവിടെ വന്ന് കാലുകുത്തി, ഇവിടെ വന്ന് പ്രചരിപ്പിച്ചു, അങ്ങനെ ബൈബിളിന്റെ പ്രചരണം നടത്തി. ആ സഹോദരങ്ങളെ നമ്മൾ സ്വീകരിച്ചു. ഇവിടെ പള്ളികൾ പണിതു. ഓർത്തു നോക്കുക, അവരുടെ കയ്യിലുണ്ടായിരുന്നു ബൈബിൾ. ശരിയാണോ? അവരിപ്പോഴും ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട്, ക്രിസ്തുമതത്തിന്റെ മതഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ട് അവർ ആ സംസ്കാരത്തിലാണ് നിലനിൽക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ എവിടുന്ന് വന്നവരാ? നമ്മൾ എന്ത് സംസ്കാരമാണ് നമ്മളിലുള്ളത്? എന്ത് പുസ്തകമാണ് നമ്മുടെ കക്ഷത്തിലുള്ളത്? നിങ്ങൾ പറ. അവര് പറയും ബൈബിളുണ്ട്, എന്റെ മതത്തിന്റെ ഗ്രന്ഥമുണ്ട്. ഇസ്ലാം പറയും ഞാൻ എന്റെ മതത്തിന്റെ ഗ്രന്ഥമുണ്ട്. നിങ്ങൾ പറ, നിങ്ങളുടെ കയ്യിൽ എന്ത് ഗ്രന്ഥമുള്ളത്? അയ്യോ, പണ്ടത്തെ വേദമുണ്ട്, പണ്ടത്തെ ഉപനിഷത്തുണ്ട്. ജാതി പറയരുത് കേട്ടോ, മതം പറയരുത് കേട്ടോ. ഞങ്ങളൊക്കെ ഹിന്ദു മതത്തിന്റെ മക്കളാ. മതഗ്രന്ഥം കയ്യിൽ പിടിക്കാൻ സമ്മതിക്കുമായിരുന്നോ നിങ്ങളെ? മതഗ്രന്ഥം വാക്കുകൾ കേൾക്കാൻ സമ്മതിക്കുമായിരുന്നോ നിങ്ങളെ? അങ്ങനെ അറിവില്ലായ്മയിലൂടെ നശിച്ചു പോയ ഒരു സമൂഹം. തിരിച്ചറിയണം, സംസ്കാര ശൂന്യരായി പോയ ഒരു സമൂഹം. ഒരു സംസ്കാരവും ഇല്ല. ക്രിസ്ത്യാനി പറയുന്നതും കേൾക്കും, ഇസ്ലാം പറയുന്നതും കേൾക്കും, അവര് പറയുന്നതും കേൾക്കും. അങ്ങനെ മതേതരത്വത്തിന്റെ ഒരു മുഖം മൂടി കിട്ടിയപ്പോൾ സന്തോഷമായി. പക്ഷേ ഈ മതേതര ഇന്ത്യയിൽ അവരിപ്പോഴും അവരുടെ മതത്തെ പഠിച്ച് പ്രചരിപ്പിച്ച് ആ സംസ്കാരത്തിലാണ് അവർ ജീവിക്കുന്നത്. തെറ്റ് പറഞ്ഞുകൂടാ, കുറ്റം പറഞ്ഞുകൂടാ. എന്റെ ചോദ്യം, നിങ്ങൾ ഏത് ഗ്രന്ഥമാണ് മുറുകെ പിടിക്കുന്നത്? ഏത് സംസ്കാരമാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നുണ്ടോ? മാതാപിതാക്കളോടാണ് ചോദ്യം. പഠിപ്പിക്കുന്നുണ്ടോ? എന്നിട്ട് കുഞ്ഞുങ്ങൾ തലതിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
പഠിപ്പിക്കണം. ഇങ്ങനെ തലതിരിഞ്ഞു പോയ ഒരു സമൂഹം, അജ്ഞതയുടെ അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു മഹാജനത, ആ മഹാജനതയെ വിജ്ഞാന വെളിച്ചം പകരുവാൻ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ 100 വർഷം മുമ്പ്, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ശതാബ്ദി, ഗാന്ധിജിയും ഗുരുദേവനും കണ്ടുമുട്ടിയ ശതാബ്ദി മാത്രമല്ല, സംസ്കാര ശൂന്യത ഉണ്ടാക്കി നശിപ്പിച്ച് സംസ്കാരം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ സംസ്കാരം ഉണ്ടാക്കി ഒരു കുട്ടി എങ്ങനെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഗർഭം ധരിക്കണം, എങ്ങനെ ഏത് സമയത്ത് കുട്ടികളെ സൃഷ്ടിക്കണം, അവന്റെ ഗർഭകാലഘട്ടം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങി ഒരു പുരുഷായുസ്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പരിപൂർണമായി അറിവില്ലാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി നിയമസംഹിത അരുൾ ചെയ്തു ഒരു തൃപ്പാദങ്ങൾ. അതിന്റെ പേരാണ് ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം. ആ ഒരു പുസ്തകമെങ്കിലും ഉണ്ടോ കയ്യില്? ഉണ്ടോ? ഇല്ലല്ലോ. ആ ഒരു പുസ്തകം എടുത്ത് കൈവച്ച് പഠിക്കണം. കാരണം ഇങ്ങനെ ഈ ശ്രീനാരായണ സ്മൃതിയും ധർമ്മവും പഠിച്ചു തുടങ്ങിയപ്പോൾ, സംഘടിച്ച് ശക്തരായപ്പോൾ, അടച്ചുപൂട്ടിയ ക്ഷേത്രമൊക്കെ തുറന്നു തന്നപ്പോ ഇപ്പൊ അതിനകത്തോട്ട് ഇടിച്ചു കയറാനുള്ള വെമ്പല. പക്ഷെ ആ കാര്യം മനസ്സിലായല്ലോ. ഇടിച്ചു കയറി പുറത്തൂടെ നടന്നു, ഇടിച്ചു കയറി സൈഡിൽ കൂടെ നടന്നു, കയ്യിലുള്ളത് മുഴുവൻ കൊണ്ട് ഭണ്ഡാരപ്പെട്ടിയിലിട്ടു. അവസാനം കണ്ടോ? കൂടൽമാണിക്കത്തിൽ ചെന്നപ്പോ അവസ്ഥ കണ്ടോ? മാറിയിട്ടില്ല. ജാതി കുശമ്പ് മാറത്തുമില്ല. മനസ്സിലാക്കി നിന്നോ? ഗുരു എങ്ങനെ ഇടിച്ചു കയറാൻ പോയില്ല. ഗുരു ഒരു ക്ഷേത്രത്തിലേയും ചെന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ല. എന്തു ചെയ്തു? അത് സാധ്യമല്ലാതിരുന്ന സമൂഹത്തിന് ധാർമ്മിക ബോധത്തെ പകർന്നു നൽകുകയും ആരാധിക്കുവാൻ ക്ഷേത്രങ്ങളുടെ ധാർമ്മികത പകർന്നു നൽകി. നമ്മുടെ ആചാര്യ ശ്രേഷ്ഠക്ക് ഇരിപ്പുണ്ടല്ലോ. നമ്മളുടെ ഈ കുലത്തിൽ ജനിച്ചവർക്ക് ധാർമ്മിക ബോധത്തെ, താന്ത്രിക വിജ്ഞാനത്തെ, ആധ്യാത്മിക ബോധത്തെ പകർന്നു നൽകിക്കൊണ്ട് അതിലൂടെ ഈ മനുഷ്യ ജനതയെ മനുഷ്യത്വത്തോടുകൂടി ആത്മീയ ബോധം പകർന്നു നൽകാൻ ഇതാ ക്ഷേത്ര സമുച്ചയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് അങ്ങോട്ട് അല്ലയോ ഭഗവാനെ, ഈ സമൂഹത്തിലെ ദുരവസ്ഥയിൽ നിന്ന്, ഈ അന്ധകാരത്തിൽ നിന്ന് അല്പം വെളിച്ചം പകർന്നു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ആരോരുമില്ലാത്തവർക്ക് വെളിച്ചം പകരുന്നതാ ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ ഒരച്ഛനും ഒരമ്മയല്ലേ ഉള്ളൂ. ഒത്തിരി അച്ഛന്മാരൊന്നും ഇല്ലല്ലോ, ഒത്തിരി അമ്മമാരൊന്നും ഇല്ലല്ലോ. ഒരച്ഛനും ഒരമ്മയല്ലേ ഉള്ളൂ. പിറന്നവർക്ക് ഒരച്ഛനെയും അമ്മയും പോലും സംരക്ഷിക്കാൻ പറ്റാതെ എന്തിനാണ് ഈ മനുഷ്യക്കോലത്തിൽ ജീവിച്ചിരിക്കുന്നത്? അതാണ് എനിക്ക് നാണമില്ല മനുഷ്യരെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടടച്ചിട്ടിട്ട് ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും പണം കൊടുത്ത് ഓടി നടക്കുക, മോക്ഷം കിട്ടാൻ ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. സംശയമില്ലാത്ത കാര്യ. ആദ്യം പഠിക്ക്, മനുഷ്യനാരെന്ന് പഠിക്ക്, മനുഷ്യ ജന്മം എന്തെന്ന് പഠിക്ക്, മാതാവിനെ എങ്ങനെ പരിചരിക്കണമെന്ന് പഠിക്ക്, പിതാവിനെ എങ്ങനെ പരിചരിക്കണമെന്ന് പഠിക്ക്, സമൂഹത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്ക്, സമൂഹത്തെ എങ്ങനെ സേവിക്കണമെന്ന് പഠിക്ക്. ഇത്തരത്തിലുള്ള ധാർമ്മിക ബോധത്തെ ഒരു പകർന്നു തന്നത് പരിപാലിക്കുന്ന ഒരു സംഘടനയുടെ കൺവീനറായിരിക്കുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോ പ്രിയമുള്ളവരെ, അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ഗ്രഹിച്ചുകൊണ്ട് നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങൾ എന്നും സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് സമൂഹത്തിലെ ദുരവസ്ഥ, നൂറ്റാണ്ടുകൾ പിന്നിലുണ്ടായ ദുരവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. തൊട്ടുകൂടാത്തവർ, തീണ്ടുകൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കിട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. ദുരവസ്ഥയിൽ പറഞ്ഞ ജാതി കോമരങ്ങളുടെ കൂത്താട്ടങ്ങൾ ഇനി ഇവിടെ നടമാടിക്കൂടാ. അതിന് ശക്തമായി പ്രതികരിച്ചേ പറ്റൂ. മനുഷ്യനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവും ഇല്ലതില്ലെന്ന് പറഞ്ഞ മഹാഗുരുവിന്റെ കുലത്തിൽ ജനിച്ച് ആ മഹാഗുരുവിന്റെ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങി കഴിയുന്ന നമുക്ക് മനുഷ്യത്വത്തെ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതായിരിക്കട്ടെ ഈ ഉത്സവത്തിന്റെ ദിവ്യമായ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. ഘനഗംഭീരമായ അധ്യക്ഷ പ്രസംഗത്തിന് നന്ദി സർ. ധൈര്യം
ധൈര്യശാലികളായിരിക്കും. എവിടെയും ഗുരുവിൽ അഭിമാനിക്കുന്നവർ, ഗുരുവിനെ മുറുകെ പിടിക്കും. തന്റെ ഇടവും അഭിമാനബോധവും കൈമുതലാക്കി ഗുരുദർശനപാതയിൽ സധൈര്യം ചരിക്കുന്ന സരളവും രസകരവുമായ സംഭാഷണങ്ങളിലൂടെ വേദികളെ ധന്യമാക്കുന്ന SNDP യോഗം കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ വി ശശികുമാർ അവർകളെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പേടിക്കാതെ വേണ്ട, ഞാൻ ഇപ്പം തന്നെ നിർത്തും. ഈ അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്നത് പോലെയാണ്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ സുരേഷ് സാറ് പ്രതിപാദിച്ചു. വളരെ സന്തോഷം. കാരണം നിങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോയതാണ്. മറ്റൊരു അവസരത്തിൽ വന്ന് പ്രസംഗിച്ചു കൊള്ളാം. കാരണം ഇവിടെ ക്ഷണിച്ചിട്ടുള്ള പല ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കും കൂടെ ഒരവസരം കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. വളരെ സന്തോഷം. കാരണം ഞാൻ നേരത്തെയും പറയുന്നു, നമ്മൾ ഒരു തിരിച്ചറിവുള്ള സമൂഹമായിട്ട് വേണം പോകാൻ. കാലത്തിന് മുമ്പേ ചിന്തിച്ചുകൊണ്ട് നമുക്ക് സന്തതികൾ വേണം. സന്തതികളില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രസക്തിയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സർ, വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കൂടി നിർവഹിക്കുവാൻ ശ്രീ വി ശശികുമാർ അവർകളെ ക്ഷണിക്കുകയാണ്. ഈ അവാർഡ് സ്വീകരിക്കുന്നതിനായി പേര് വിളിക്കുന്നതിനനുസരിച്ച് വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ആദ്യമായി ഈ അവാർഡ് സ്വീകരിക്കുന്നത് കുമാരി പാർവതി മധു, തോട്ടുപുറം, പടച്ചിറ. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടി 99.3% മാർക്കോടുകൂടി പാസ്സായ പാർവതി മധു. ഡോക്ടർ ഐശ്വര്യ പ്രദീപ്, ശിവദം, പടച്ചിറ. BDS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ഐശ്വര്യ പ്രദീപ്. സദസ്സ് നല്ല കയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുക. കൈച്ചിറ, പടച്ചിറ. BDS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ സംഗീത KS. രഹന കെ പ്രസാദ്, കുന്നേപ്പറമ്പിൽ. MSc സുവോളജിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ രഹന കെ പ്രസാദ്, കുന്നേപ്പറമ്പിൽ. അക്ഷയ വിഷ്ണു, തടത്തിൽ, പയ്യപ്പാടി. ബാച്ചിലർ ഓഫ് കൊമേഴ്സിൽ A ഗ്രേഡോടുകൂടി പാസ്സായ അക്ഷയ വിഷ്ണു, തടത്തിൽ, പയ്യപ്പാടി. പാർവതി ബിനോയ്, ഇഞ്ചക്കാട്ടുകുന്നേൽ, കുന്നേപ്പറമ്പ്. MSc ആക്ടോറിയൽ സയൻസിൽ ഉന്നത വിജയം നേടിയ പാർവതി ബിനോയ്. ആതിര മുരളീധരൻ, കൊല്ലാലക്കൽ, പുതുപ്പള്ളി. MA ഹിസ്റ്ററിയിൽ യൂണിവേഴ്സിറ്റി എക്സാമിൽ 3ാം സ്ഥാനം നേടിയ ആതിര മുരളീധരൻ, കൊല്ലാലക്കൽ, പുതുപ്പള്ളി. രേവതി TS, തടത്തിൽ, പയ്യപ്പാടി. സിവിൽ എഞ്ചിനീയറിംഗ് BTechൽ 83.5% മാർക്കോടുകൂടി ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കിയ രേവതി TS, തടത്തിൽ, പയ്യപ്പാടി. പാർവതി സുരേഷ്, പാർവതി നിവാസ്, മട്ടത്തിപ്പടി. MSc നഴ്സിംഗിൽ ഉന്നത വിജയം നേടിയ പാർവതി സുരേഷ്, പാർവതി നിവാസ്, മട്ടത്തിപ്പടി. അനുലേഖ KS, കൂരോത്തുപറമ്പിൽ, മുണ്ടകപ്പാടം. BA എക്കണോമിക്സിൽ ഉന്നത വിജയം നേടിയ അനുലേഖ KS, കൂരോത്തുപറമ്പിൽ, മുണ്ടകപ്പാടം. രഹന സജി, തോട്ടത്തിൽ, കുന്നേപ്പറമ്പ്. BSc ഒപ്റ്റോമെട്രിയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ രഹന സജി, തോട്ടത്തിൽ, കുന്നേപ്പറമ്പ്. വിദ്യാഭ്യാസ അവാർഡിന് അർഹരായ ഏവർക്കും അഭിനന്ദനങ്ങൾ. ഈ അവാർഡ് നൽകിയ എല്ലാ കോട്ടയം SNDP യൂണിയന്റെ സാരഥികൾക്ക് നന്ദി അറിയിക്കുന്നു. നന്ദി സർ.
ാണ് ഒരു നല്ല സമൂഹത്തിന്റെ കരുത്ത്. വിദ്യാഭ്യാസത്തെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ അഷ്ടപ്രസാദങ്ങളിൽ പ്രഥമ സ്ഥാനം ഗുരു നൽകിയത് ഇതേ വീക്ഷണത്തോടെയാണ്. ആ വിദ്യയെ ജീവിത വിജയ മന്ത്രമാക്കി മാറ്റി ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഇപ്പോൾ കോട്ടയം SNDP യോഗം യൂണിയൻ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന റിട്ടയേർഡ് RDO ശ്രീ PG രാജേന്ദ്രബാബു അവർകളെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമൂഹത്തിലെ വിപത്തുകളെ, അനാചാരങ്ങളെ, ഇതിനെയെല്ലാം മാറ്റുന്നതിനുള്ള ഒരു നല്ല സമൂഹമായി അതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. ഒരു ക്ഷേമ പെൻഷൻ വിതരണം കൂടി വേദിയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുകൂടി സാറിനെ ക്ഷണിക്കുകയാണ്. ഈ പെൻഷൻ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ബിനു അനീഷ് കുന്നേൽ പുതുപ്പള്ളി പെൻഷൻ ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ശ്രീ രാജേന്ദ്രബാബു സാറിനെ കൂടി ക്ഷണിക്കുകയാണ്. ബിനു അനീഷ് കുന്നേൽ പുതുപ്പള്ളി. ബാക്കിയുള്ള ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതിനൊക്കെ കാരണം നമ്മളോട് കൂടിയാ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ ചുട്ടിയിലെ ശീലം ചുടല വരെയെന്നാ പറയാ. അപ്പോൾ അവരെ ചെറുപ്പത്തിൽ മുതലേ അവിടെ നമ്മൾ കടക്കിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. ഈ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന സമുന്നതരായ നേതാക്കന്മാരൊക്കെ ഈ പ്രസംഗവേദികളിൽ വന്ന് ഘോരഘോരമായി സംസാരിക്കുമ്പോൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങി കുടുംബയോഗം വഴിയൊക്കെ വന്ന് സ്വന്തം ഭവന സന്ദർശനങ്ങളൊക്കെ നടത്തി കുട്ടികളെ ഈ ഉന്നതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, അവരെ ചെറുപ്പം മുതലേ അവരെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി തീർക്കുവാൻ എന്ത് ചെയ്യുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. സംസാരിച്ചിട്ടൊക്കെ പോകുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രവിവാര പാഠശാല പോലെയുള്ള കാര്യങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് ഭാഗവാക്കാക്കി നല്ല ഒരു ജീവിതത്തിൻ്റെ പദ്ധതിയിലൂടെ അവരെ പ്രാപ്തരാക്കി തീർക്കുവാൻ അതിന് പറ്റുന്ന ഏറ്റവും വലിയ ആധ്യാത്മികതയിലൂടെ മനുഷ്യരാശിയുടെ മുഴുവൻ ലക്ഷ്യം, എളുതായ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കണ്ടെത്തിയിരിക്കുന്ന സങ്കേതം ഇതാണ്. അല്ലാതെ ക്ഷേത്രത്തിൽ വന്ന് ശത്രുസംഹാര പൂജ നടത്തുവാനോ അല്ലെങ്കിൽ വലിയ ധനം ലഭിക്കാനായിട്ട് കുബേര പൂജ നടത്താനോ ഉള്ള സങ്കേതമൊന്നുമല്ല. അവിടെ ആശ്രയിക്കേണ്ട വിധിയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജനിതകമായ മാറ്റം വരുത്തുവാൻ സാധിക്കും. സ്വബോധമുണ്ടാക്കി തരും, നമ്മളെ പ്രാപ്തരാക്കി തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സങ്കേതത്തെയൊക്കെ അറിഞ്ഞ് ആശ്രയിക്കുവാൻ നമ്മുടെ വരും തലമുറയെ പ്രാപ്തരാക്കിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവുത്സവ വേദിയിൽ, തിരുവുത്സവം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം മുൻപോട്ടുള്ള പ്രയാണം. ഉദ്വിദ്യതേ സവോ യസ്മാ തസ്മാൽ ഉത്സവ ഉച്യതേ സവകല്യാണം ഇത്യുക്തം സർവലോക ഹിതാപകം. സർവ്വലോകർക്കും ഹിതം വരണം. അതെങ്ങനെയായിരിക്കണം? ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ കലാപരിപാടികളെ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളെ, ആ ആത്മീയമായിരിക്കുന്ന ചടങ്ങുകളെ കൃത്യമായ ആചരണത്തോടുകൂടി ആചരിച്ചുകൊണ്ട് ആശ്രയിച്ചു കഴിഞ്ഞെന്നാൽ മുന്നോട്ടുള്ള പ്രയാണം സുഖകരമായി തീരുമെന്നുള്ളതിനകത്തൊരു സംശയമില്ല. അതിന് ഈ തൃക്കൊടിയേറ്റോടു കൂടിയ ഉത്സവം എല്ലാവർക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തൃപ്പാദങ്ങളുടെ കൃപാകടാക്ഷം ഇടതടവില്ലാതെ അനസൂയം അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. തന്ത്രികൾക്ക് നന്ദി. ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങിയ ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ സുനിൽ കുമാർ അവർകളെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവപാദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ഇന്നത്തെ ഈ വേദിയിലിരിക്കുന്ന പുതുപ്പള്ളി SNDP ശാഖയുടെ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ശാഖാംഗങ്ങളെ,
ഗുരുനാരായണ സേവാനികേതനും അതുപോലെ തന്നെ സ്നേഹക്കോട് ട്രസ്റ്റിനും ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിനുമൊക്കെ നിങ്ങൾ നൽകിയ ഈ ആദരവിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും സേവാനികേതൻ യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവാനികേതനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഈ ഒരു വൈകിയ വേളയിൽ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. നന്ദി സർ. സ്നേഹക്കൂട് അഭയമന്ദിരത്തിന്റെ പേരിൽ സംസാരിക്കുന്നതിനായി ശ്രീമതി നിഷ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ ഞാനും കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. വളരെ മനോഹരമായ പ്രസംഗങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ കേട്ടുകഴിഞ്ഞു. ഗുരുദേവ അനുഗ്രഹം ഒഴുകുന്ന ഈ ഒരു സന്നിധിയിൽ, ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എന്നെ ഇവിടെ വിളിച്ചതിലും ആദ്യം തന്നെ ഈ ശാഖയുടെ കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എനിക്കൊപ്പം ഇവിടെ ആദരവ് മേടിച്ച ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റിനോടും അതുപോലെ തന്നെ ലീഡർ ചാരിറ്റബിൾ ട്രസ്റ്റിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ സന്തോഷം ഈ ഒരു സമയം നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഇനിയിപ്പം 2 മാസങ്ങൾ സ്കൂൾ അവധിയുള്ള സമയങ്ങളാണ്. നമ്മളൊക്കെ നമ്മളുടെ കുട്ടികളെയുമായിട്ട് മൂന്നാറും തേക്കടിയും ഒക്കെ പല സ്ഥലങ്ങളിലും ടൂറുകൾ പോകുന്നുണ്ട്. ഇതിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾ പത്തനാപുരം ഗാന്ധി ഭവനോ അല്ലെങ്കിൽ സ്നേഹക്കൂടോ അനാഥാലയങ്ങളോ ഓൾഡ് ഏജ് ഹോമുകളോ നമ്മുടെ ചിൽഡ്രൻസ് ഹോമുകളോ ഒക്കെ നമ്മുടെ കുട്ടികളുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. നാളുകളിൽ അങ്ങനെയാണെങ്കിൽ വാർദ്ധക്യത്തിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുടെ മക്കളും കൊച്ചുമക്കളെയും ഒക്കെ താലോലിച്ച് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. സ്നേഹക്കൂട്ടിലുള്ളത് 143ഓളം മാതാപിതാക്കളാണ്. ഞാൻ എല്ലാ വേദിയിലും അഭിമാനത്തോടു കൂടി പറയുന്ന ഓരോ ഒരു കാര്യം, നിങ്ങൾക്കൊരച്ഛനും അമ്മയും ഉള്ളപ്പോൾ എനിക്ക് 143 അച്ഛനമ്മമാരാണുള്ളത്. 143 അച്ഛനമ്മമാരുടെ മകളാണെന്ന് ഞാനെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. അതുപോലെ ഇതുപോലുള്ള അനാഥാലയങ്ങൾ പെരുകാതിരിക്കട്ടെ. നമ്മളുടെ കുട്ടികളെ ചെറുപ്പം മുതലേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി ശ്രീ സാബു പുതുപ്പറമ്പിൽ. പുതുപ്പള്ളി 148 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന ഈ മഹനീയമായ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച് കടന്നുപോയ SNDP കോട്ടയം യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഏറ്റവും ബഹുമാനീയനും ആദരണീയനുമായ കൺവീനർ ബഹുമാന്യനായ സുരേഷ് പരമേശ്വരൻ സാർ അവറുകൾ, മഹനീയമായ ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ, മുഖ്യ പ്രഭാഷണം നടത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ ബഹുമാന്യനായ ശശികുമാർ സാറ്, പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനായ മുൻ RDO, ശാഖായോഗത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ പ്രസിഡന്റ് ബഹുമാന്യനായ എൻ്റെ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട ശശി, ബഹുമാന്യനും ആദരണീയനുമായ സെക്രട്ടറി പ്രിയപ്പെട്ട സുരേഷ്, വനിതാ വിഭാഗത്തിൻ്റെയും യുവജന വിഭാഗത്തിൻ്റെയും ബഹുമാന്യരായ ഭാരവാഹികളെ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ഈ ശാഖായോഗത്തിൻ്റെ എല്ലാമായ ബഹുമാന്യരായ പുതുപ്പള്ളി നിവാസികളെ, ഞാൻ നമ്മുടെ SNDP യൂണിയൻ്റെ കൺവീനറുടെ പ്രസംഗം വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു യോഗത്തിൽ എന്തിനാണ് ഒട്ടനവധി ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യവും മറ്റ് പ്രസംഗങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യവും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആധികാരികമായി ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
SNDPയുടെ ഓരോ അംഗങ്ങളും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആധികാരികമായി ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിന് ഉടമ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ ശാഖായുഗത്തിൻ്റെ പ്രസിഡന്റ് ഇവിടുത്തെ പുതുപ്പള്ളിയിലെ ഒരു വ്യാപാരിയാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് പുതുപ്പള്ളിയിലെ വിവിധ തലങ്ങളിൽ പഞ്ചായത്ത് മെമ്പറായും വൈസ് പ്രസിഡന്റായും പ്രസിഡന്റായും ഇപ്പം ബ്ലോക്കിലായിട്ടും പ്രവർത്തിക്കുന്ന 30 വർഷമായിട്ടൊരു ജനപ്രതിനിധിയാണ് ഞാൻ. ഈ 1995 പുതുപ്പള്ളിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ശ്രീമതി ജോയിസ് മാത്യുവുമായി കടന്നു വരുമ്പോൾ പുതുപ്പള്ളിയിൽ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ ഓർഡർമാർ പോലുമില്ലായിരുന്നു. 2015 വരെ ഞാൻ മെമ്പറായിരുന്നപ്പോഴും പ്രസിഡന്റായിരുന്നപ്പോഴും പുതുപ്പള്ളിയിൽ മുസ്ലിങ്ങളില്ലായിരുന്നു. ഇപ്പോൾ ആരുമില്ലായിരുന്ന പുതുപ്പള്ളിയിൽ എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് ബഹുമാനായ നിങ്ങളുടെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം. ഇവിടുത്തെ പച്ചക്കറി വ്യാപാര മേഖല മുഴുവൻ അവരുടെ കൈകളിലായി. പലചരക്ക് വ്യാപാര മേഖല ഇന്ന് പുതുപ്പള്ളിയിലെ മുസ്ലിങ്ങളുടെ കൈകളിലായി. അതുപോലെ തന്നെ മറ്റിതര വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഏറ്റവും വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർ പുതുപ്പള്ളിയിൽ മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അത്തരം ആധികാരികമായ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ബഹുമാന്യനായ കൺവീനർ ഇവിടെ സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് SNDPയുടെ സന്നദ്ധ പ്രവർത്തകർക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നില്ല? നിങ്ങളെല്ലാം ഉത്സവങ്ങളിലും ശാഖായുഗത്തിൻ്റെ പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെയും പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ ഇറങ്ങിപ്പോകുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മുടെ ജോയിന്റ് കൺവീനറോട് സൂചിപ്പിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഗുരുദേവൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചതുപോലെ പഠിച്ചു വളർന്ന് വിദ്യ കൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതുപോലെ നമുക്ക് കിട്ടുന്ന അറിവിലൂടെ വിവേചനമുണ്ടാകണം. ഞാൻ 30 വർഷം മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ അന്ന് SNDPയുടെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് പഞ്ചായത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകുവശത്തെ മൂലയ്ക്കലെ തൂണ നിർമ്മിച്ചപ്പോൾ വഴിയിലേക്ക് ഇറങ്ങിപ്പോയി അത് പൊളിച്ചു മാറ്റണമെന്ന് പഞ്ചായത്തിൽ പരാതി വന്നപ്പോൾ അന്ന് വൈസ് പ്രസിഡന്റായിരുന്ന ഞാൻ ശക്തമായ ഒരു നിലപാടുമായി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോയിസ് മാത്യുവിനോടൊപ്പം നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് പൊളിച്ചു മാറ്റാതെ തന്നെ നമ്മുടെ ഓഡിറ്റോറിയം ഇന്ന് നിലനിൽക്കുവാൻ കഴിഞ്ഞു. അതും നമ്മൾ ചിന്തിക്കണം. മറ്റിതര സ്ഥാപനങ്ങൾ ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പരാതികൾ ഉണ്ടാകാറില്ല, പരിഭവങ്ങൾ ഉണ്ടാകാറില്ല. SNDPക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഉത്ബോധനം നിങ്ങളുടെ ബഹുമാന്യനായ കൺവീനറിൽ നിന്നും ജോയിന്റ് കൺവീനറിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ഞങ്ങളെ 3 പേരെ ഇവിടെ ആദരിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്നെ സുപരിചിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ സ്നേഹക്കൂട് പോലെയും നമ്മുടെ മറ്റേ സൂര്യനാരായണ സേവാനികേതൻ ട്രസ്റ്റ് പോലെയും ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിലും എന്നിൽ നിക്ഷിപ്തമായ ചെറിയ കഴിവുകൾ കൊണ്ട് കഴിഞ്ഞ 15 വർഷമായി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഈ ഭക്ഷണ പരിപാടി ഇവിടെ തുടങ്ങിയത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിലെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. ലീഡർ K. കരുണാകരൻ്റെ പേരിൽ ഈ പരിപാടി ഇവിടെ ആരംഭിച്ച് 15 വർഷം കൊണ്ട് ഇന്ന് 600 പേർക്ക് ജില്ലാ ആശുപത്രിയിലും തോട്ടക്കാട് ആശുപത്രിയിലും ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പുതുപ്പള്ളി കവലയിൽ വെസ്റ്റ് ബേക്കറിയോട് ചേർന്ന് ഒരു കൗണ്ടർ ഉണ്ടാക്കി ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പൊതിയായി ഉച്ചഭക്ഷണം കൊടുക്കുവാനും കഴിയുന്നു. ഇത് സ്നേഹക്കൂടിൻ്റെ നിഷാമാടത്തിനോ ബഹുമാന്യനായ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയുടെയോ ഞങ്ങളുടെ ആരുടെയും കഴിവുകൊണ്ടല്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ സഹായിക്കാൻ സമൂഹം മുന്നോട്ട് വരുന്നു.
നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പല എതിർപ്പുകൾക്കും ഞങ്ങളൊക്കെ പാത്രഭൂമിതരാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലരും പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ചിത്രീകരിക്കുന്ന ആളുകളുണ്ടാകും. ഞങ്ങൾ ഭക്ഷണവുമായി കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കളക്ടറേറ്റിന് മുമ്പിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ വഴി ബ്ലോക്കായിരിക്കും. താമസിച്ച് ഭക്ഷണം കൂടി ചെന്നാൽ ഈ സൗജന്യമായി ഭക്ഷണം ലഭിക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ ചിലപ്പോൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾക്ക് വിശപ്പും ദാഹമൊക്കെയുള്ള നിങ്ങളുടെ സൗകര്യത്തിന് കൊണ്ടുവന്നാൽ. ബാക്കി ഞാൻ പറയുന്നില്ല. ഞങ്ങളിങ്ങനെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അന്നേരം അവരോട് ഒത്തിരി കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സുകൊണ്ട് അയ്യോ ഈ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ വഹിച്ച് ഇത് കൊണ്ടുവരുമ്പോൾ ഇതാണ് അനുഭവം എന്ന് പറയുമ്പോൾ ബഹുമാനിയായ നിഷാ മാഡത്തിനൊക്കെ ഇതിൽ കൂടുതൽ 100 അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഈ വഴിയിൽ കിടന്ന് അലഞ്ഞു തിരിയുന്ന ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് തലമുടി വെട്ടി വേഷം കൊടുത്ത് വസ്ത്രങ്ങളെല്ലാം നൽകി രോഗികളായവരെ ചികിത്സിച്ച് അവരെ സംരക്ഷിക്കുമ്പോൾ വലിയ തുക മറ്റ് സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് നിഷാ മാഡത്തിനും പേരുദോഷം കേൾക്കേണ്ടതായി വരും. നല്ലത് ചെയ്യുന്നവരെ അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ ഒട്ടനവധി ആളുകൾ സമൂഹത്തിലുണ്ടാകും. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പം കരുണാകരൻ വരെ പൈസ അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട്. അന്ന് പറയുന്ന സമൂഹത്തിലൂടെ ഞങ്ങളെപ്പോലെയുള്ള ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം സഹിച്ച് പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയെയും ട്രസ്റ്റുകളെയും ഒക്കെ സഹായിക്കുവാൻ പുതുപ്പള്ളി SNDP ശാഖായോഗത്തിൻ്റെ 148-ാം നമ്പർ ശാഖായോഗം കാണിച്ച ആത്മാർത്ഥമായ സഹകരണത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അശരണരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിതരണ ഉദ്ഘാടനം കൂടി നടത്തി. നമുക്കറിയാം ശാഖായോഗത്തിലും സമൂഹത്തിലും ഒട്ടനവധി ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ചെറുതായി സഹായിക്കാൻ ഈ ശാഖായോഗം കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികച്ച കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിച്ചു. നമ്മുടെയൊക്കെ അമ്മമാരുടെയും നമ്മുടെയൊക്കെ അച്ഛന്മാരുടെയും നമ്മുടെ അയൽവാസികളുടെയും മുമ്പിൽ വെച്ച് ചെറുതായെങ്കിലും വലിയ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. അവർക്ക് മുൻപോട്ടുള്ള പഠനത്തിൽ അതൊരു പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SNDP ശാഖായോഗത്തിനും ഈ ദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ 3 പേരെയും ഈ മകനീയമായ ചടങ്ങിൽ വിളിച്ച് ആദരിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ശാഖായോഗത്തിന്റെ ഈ സാംസ്കാരിക സമ്മേളനത്തിന് ഔപചാരികമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ശാഖായോഗം സെക്രട്ടറി ശ്രീ VM രമേശ് അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സാഹചര്യത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഒരുപാട് സമയം വൈകിയിരിക്കുകയാണ്. അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുകയായതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച കോട്ടയം SNDP യൂണിയൻ്റെ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ അവരുകളെയും അതുപോലെ തന്നെ ജോയിന്റ് കൺവീനർ V ശശികുമാർ അവരുകൾ അതുപോലെ തന്നെ ചാണ്ടിയമ്മൻ സാറ് ഇവിടെ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ, ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ്, സർവോപരി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച 3 നമ്മുടെ സംഘടന, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള അവരെ കാരണം എന്താ ചോദിച്ചാൽ നമ്മൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുക. ആ 3 സംഘടനകളിൽ 3 പേര് സർവോപരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘം, ഈ പുണ്യദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ, അതുപോലെ തന്നെ ആചാര്യൻ, അതുപോലെ വൈദികർ, സർവോപരി നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സുധി, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നന്ദി. Yeah.